കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ. ഈ സമയത്താണ് ഗിരിദേവനും ബാവരും അങ്ങോട്ട് വരുന്നത്. ബാവര് വന്നിട്ട് ചോദിച്ചു, ഉണ്ണിമോൾ എന്തിനാ കരയണേന്ന് ചോദിക്കാം. ഒന്നുമില്ല. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഉണ്ണിമോൾ ആരാന്നറിയില്ല, വീടറിയില്ല, നാടറിയത്തില്ല, അച്ഛനും അമ്മേനെയും പോലും അറിയത്തില്ല. എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും അറിയാം, എല്ലാം ശരിയാവുമെന്ന് പറയാം. പക്ഷെ ഉണ്ണിമോള് പറഞ്ഞു, എങ്ങനെ ശരിയാവും, എനിക്കറിയത്തില്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഗിരിദേവ എന്ന് പറയാം. അങ്ങനെ ഉണ്ണിമോളെ ഗിരിദേവനും ബാവരും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയന്തനും കല്ലും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നേ. ജയന്തന് ഗിരിദേവനും ഉണ്ണിമോളെ കണ്ടപ്പോഴേ പറഞ്ഞു, ആ സ്ത്രീ നമ്മളെ ചതിക്കുമായിരുന്നു പറയാ. അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ഓട്ടുമണി പണിയാനായിട്ടായിരുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ഉണ്ണിമോക്കൊന്നും മനസ്സിലായില്ല. കല്ലുവും ജയന്തനും ആരാന്ന് പോലും ഉണ്ണിമോൾക്ക് അറിയില്ലോ. ഗിരിദേവൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തേ. പിന്നീട് കല്ലു പറഞ്ഞു, അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഉണ്ണിമോളെ ഗിരിദേവൻ ഇവിടെ എത്തിക്കുക മാത്രമായിരുന്നു. കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള ആ വാർത്തയൊക്കെ ന്യൂസിനകത്ത് വന്നിട്ട് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. പിന്നീട് ജയന്തൻ പറഞ്ഞു, അവരിവിടെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാവോ? ആ മണിമാളികയിലുള്ള അവരുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങള് അവരുടെ മോനെ കണ്ടു, ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയോ അവരുടെ മോനെ. അതിനു വേണ്ടിയിട്ടാ ഉണ്ണിമോളെ ആ മണിമാളയിലേക്കകത്തേക്ക് കയറ്റി വിട്ടത്. ഉണ്ണിമോൾക്ക് ഇങ്ങനെ ഇപ്പൊ ഓർമ്മശക്തി അങ്ങ് നഷ്ടപ്പെട്ട ആ സ്ത്രീ കാരണമെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പിന്നീട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോവാ, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഇനി എവിടെയാ നിൽക്കുന്നേ? നശിച്ച വീടിനകത്ത്. അല്ലെങ്കിലും 2 ദിവസം അവര് ഞങ്ങളെ പുറത്ത് കിടത്തി. ശരിക്കും പറഞ്ഞാല് ആ വീടിന്റെ ഉടമസ്ഥയൊന്നും അല്ല അവർക്ക് ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേങ്കില് അവരുടെ മോനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ അവർ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു ഗിരിദേവ. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുക, ഞങ്ങൾ ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അതിന് നിങ്ങൾ പൊക്കോ, ഉണ്ണിമോളെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോന്നേ? ഉണ്ണിമോളെ ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകണം, ഉണ്ണിമോളില്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ചെന്ന് കഴിയുമ്പോ അവര് ചോദിക്കില്ലേ, ദേവികമ്മയൊക്കെ ചോദിക്കില്ലേ ഉണ്ണിമോൾ എന്തിയെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ മറുപടി പറയണേ? കല്ലുപരി ശരിയാ, ഉണ്ണിമോളെ കൊണ്ട് പോകാനേ പറ്റുള്ളൂ, ബാ ഉണ്ണിമോളെ എന്ന് പറയണം. പക്ഷെ ഉണ്ണിമോള് അവിടെ തന്നെ ഇരിക്കുക, എഴുന്നേറ്റിട്ട് പോലില്ല. ഗിരിദേവൻ പറഞ്ഞു, നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. ഗിരിദേവന്റെ മാവരുടെയും കൂടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയത്തില്ല, അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും ഗിരിദേവ, ഒരു കുഴപ്പമില്ല. കല്ല് പറഞ്ഞു, കുഴപ്പമില്ല ജയൻ ചേട്ടാ, നമുക്ക് പോകാം. ഇതിനു മുമ്പ് കിഴക്കേവാതിലേക്ക് ഉണ്ണിമോൾ വന്ന ഗിരിദേവന്റെ മാവരുടെയും കൂടെയല്ലേ, അന്നൊന്നും സംഭവിച്ചില്ലോ, ഇന്നൊരാപത്തും വരില്ല എന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ വിടാൻ മടിയുണ്ടായിട്ടല്ല, പക്ഷേങ്കിൽ ഈ അവസ്ഥയിൽ ഉണ്ണിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഉണ്ണിമോളുടെ ഈ ആപത്തൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഉണ്ണിമോളെ കൊണ്ട് വന്നോളാം. ഇപ്പൊ നിങ്ങൾ പോകാൻ പറയണം. അങ്ങനെ കല്ലുവും ജയന്തനും അങ്ങോട്ട് പോവാ. പെട്ടെന്ന് ജയന്തൻ ഇങ്ങ് തിരികെ വന്നിട്ട് ഗിരിദേവനോട് പറഞ്ഞു, ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയ ഗിരിദേവ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാന്ന്. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹം എന്തായിരുന്നു? എന്നെ വലിയൊരു ശില്പിയായി കാണണമെന്നല്ലേ. അച്ഛൻ അതിനു വേണ്ടിയിട്ടല്ലേ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് എന്നും രാത്രിയിൽ താമരപ്പൂവും ആലയില് എൻ്റെ പേരും എഴുതി വെച്ചിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇനി അതൊന്നും സാധിക്കാൻ പറ്റില്ല. ആശിച്ച് മോഹിച്ച് എനിക്കൊരു അവസരം കിട്ടിയതാ. ഞാനോർത്തു എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ ഇവരിങ്ങോട്ട് വന്നേ. ഓട്ടുമണി പണിയുന്നതോട് കൂടിയിട്ട് ഞാൻ വലിയ ശില്പിയാവുന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അയ്യപ്പസ്വാമി എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഇനിയിപ്പം അങ്ങനെ ഒരു വലിയ ശില്പിയാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുകയാണ് ഗിരിദേവനോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടാ ജയന്തൻ അങ്ങോട്ട് പോകുന്നത്. ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ജയന്തൻ അങ്ങോട്ട് പോവാ. ഈ സമയം ബാവര് ഗിരിദേവനെ ഒന്ന് നോക്കി. ഗിരിദേവന് ഒന്നും മിണ്ടിയില്ല. ജയന്തനെ കുറിച്ചോ വേറെ ഒന്നിനെ കുറിച്ചോ സംസാരിച്ചില്ല. പിന്നീട് കാണിക്കുന്ന ദേവകിയമ്മ ക്ഷേത്രത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആൽത്തറയിൽ ഇരിക്കുന്ന സമയത്ത് തിരുമേനി അങ്ങോട്ട് വന്നു. തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്താ ദേവകിയമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കണ എന്തിനാന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ തിരുമേനി, എനിക്ക് ഉണ്ണിമോളെ കുറിച്ച് അറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. അതാണോ? അല്ല, ഞാനിതിനെക്കുറിച്ച് വിനോദിനോടും അനസൂയോടും ഒക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അമ്മ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ്, ഗിരിദേവന്റെ കൂടെ അല്ലേ പോയേക്കുന്നത്, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, അല്ല ദേവയമ്മ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവര് പോയേക്കുന്നേ ഗിരിദേവന്റെ ഒപ്പമല്ലേ, പിന്നെന്തിനാ പേടിക്കണേ? ഗിരിദേവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആപത്ത് സംഭവിക്കില്ല. അല്ല ദേവകിയമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതിനു മുമ്പ് താരയുടെ ജീവൻ രക്ഷിച്ചും ഇവിടെ തിരുവാഭരണങ്ങൾ എത്തിച്ചും എല്ലാം ഗിരിദേവനും കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ ആപത്തുകൾ വന്നാലും ഒന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലായല്ലോ. എന്നാലും തിരുമേനി, ദേവയമ്മ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗിരിദേവനും ബാബനും കൂടെ ഉണ്ടെങ്കിൽ ഒരാപത്തിലും ഉണ്ണിമോള് പെടില്ല.
അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. അവരുടെ വിവരമായിട്ട് ഇങ്ങോട്ട് ആരെങ്കിലും വന്നോളും. അതോർത്ത് ദേവകിയമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് തിരുമേനി കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗിരിദേവനും വാവരും അങ്ങോട്ട് വന്നു. ജീവ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം വാവര് ചോദിച്ചു, ഉണ്ണിമോൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഉണ്ണിമോൾക്ക് ഞങ്ങൾ പറഞ്ഞു തന്ന കഥകളൊക്കെ ഓർമ്മയില്ലേ? കഥകളോ? എന്ത് കഥകള്? അല്ല, ഇതിനു മുമ്പ് ഞങ്ങൾ കുറെ കഥകൾ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഉണ്ണിമോൾക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ദേവന്മാരുടെയും ദേവിമാരുടെയും ഗന്ധർവന്മാരുടെ എല്ലാ കഥകളും ഗിരിദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ണിമോൾ ഓർക്കുന്നില്ല എന്ന് ചോദിക്കാം. ഇല്ല, ഞാൻ അതൊന്നും ഓർക്കുന്നില്ല എന്ന് പറയാം. പിന്നെ ഉണ്ണിമോളുടെ മനസ്സിൽ എന്താ ഉള്ളത്? എന്റെ മനസ്സിൽ ആകെപ്പാടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. മണിമാളയ്ക്കകത്തുള്ളവർക്ക്. അത് മാത്രം എന്റെ മനസ്സിലുള്ളെന്ന് പറയാം. ഈ സമയം വാവര് പറഞ്ഞു, ഉണ്ണിമോളുടെ ഓർമ്മശക്തി പോയിരിക്കുന്ന, പക്ഷെ എങ്കിൽ ഉണ്ണിമോൾ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗിരിദേവന്. പണ്ട് മുതലേ ഉണ്ണിമോൾക്ക് എങ്ങനെയായിരുന്നു? കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അതെന്റെ ഓർമ്മയിലില്ലല്ലോ എന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ വിഷമങ്ങൾക്ക് മാറുമെന്ന് പറയാം. എങ്ങനെ മാറാനാ ഗിരിദേവ? എത്രയും പെട്ടെന്ന് മണിമാളയിലുള്ളവർക്ക് ആഹാരം കൊണ്ടേ കൊടുക്കണമെന്ന് പറയാം. ഈ സമയം ജീവ പറഞ്ഞു, ശരിയാ, ആഹാരം കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ബാക്കി ഓർമ്മശക്തിയും കൂടെ പോകുന്ന അവര് പറഞ്ഞേ. സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് ആഹാരം കൊണ്ടേ കൊടുക്കണമെന്ന് പറയാം. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അല്ല, ഉണ്ണിമോൾക്ക് വിശ്വാസമുണ്ട് ആഹാരം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന്. പെട്ടെന്ന് ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിക്കുക അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇരിക്കാൻ തളിക നിറച്ചും ആഹാര പദാർത്ഥങ്ങളാൽ നിറയ്ക്കണം. അത് മാത്രമല്ല, അങ്ങനെ നിറയ്ക്കാൻ വേണം നല്ല സ്വാദിഷ്ടമായ വിഭവം തരണം. ഞങ്ങളുടെ വയറും മനസ്സും നിറയണം. പെട്ടെന്ന് ഈ ഓർമ്മ വന്നപ്പോൾ ഉണ്ണിമോളും ഞെട്ടി. ഇല്ല ഗിരിദേവ, എത്രയും പെട്ടെന്ന് അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കണമെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ മനസ്സിലെ ആഗ്രഹം കൊള്ളാം. പക്ഷേങ്കില് ഉണ്ണിമോൾക്ക് പറയാൻ കഴിയുമോ? ഒരു പക്ഷേങ്കിൽ ആഹാരം കൊണ്ടേ കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കാൻ പറ്റുമെന്ന്? അവർ രണ്ടുപേരും മാത്രം അതിനകത്തുള്ളെന്ന് ഉണ്ണിമോൾക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുക. ഈ സമയം ജീവ പറഞ്ഞു, രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഭാര്യയും ഭർത്താവും, വേറെ ആരെയും ഞങ്ങൾ കണ്ടില്ലെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളെ തോന്നലുകൾ മാത്രമല്ലേ. ഒരുപക്ഷെ ആഹാരം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമെന്ന് പറയാം. ഇത് കേട്ടോ ഉണ്ണിമോൾ ചോദിച്ചാൽ, എന്ത് രഹസ്യം? അല്ല, അവർക്ക് തന്നെ സംശയമുണ്ട് ആഹാരം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ് നിറയുമോ എന്നുള്ള കാര്യത്തിൽ. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ അവരങ്ങനെ പറയത്തില്ല എന്ന് പറയാം. പെട്ടെന്ന് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല, ജീവിക്കൊന്നും മനസ്സിലായില്ല. ഉണ്ണിമോളോട് പറഞ്ഞു, അതിനാദ്യം നമ്മൾ അവരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയണം. രഹസ്യങ്ങൾ അറിയാനോ? അതെങ്ങനെയാ ഗിരിദേവ അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നേ? അതിനൊരു വഴിയുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ അവർ പുറത്തു പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനകത്ത് കയറാന്ന് പറയണേ. അതിനകത്ത് കയറാനോ? വേണ്ട വേണ്ട, അതിനകത്ത് കയറി പുറത്തിറങ്ങാൻ പറ്റില്ല ഗിരിദേവ. ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് വിശ്വാസമില്ലേ? അല്ല, അത് പിന്നെ ഞാൻ ഉണ്ണിമോള് ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ആ ഭാര്യയും ഭർത്താവും അവര് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തേക്ക് പോണ സമയത്ത് ഗിരിദേവനും ബാവരും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് ചെല്ലുക. ഉണ്ണിമോൾക്ക് പേടിയുണ്ട്. ഗിരിദേവ വേണോ? ഗിരിദേവൻ കൂടെയുണ്ട്. ഉണ്ണിമോൾക്ക് പേടിയുണ്ടോ? അയ്യപ്പസ്വാമിന് വിശ്വാസമല്ലേ ഉണ്ണിമോൾക്ക്? അയ്യപ്പസ്വാമിനെ എനിക്ക് വിശ്വാസം. എന്നാ പിന്നെ ധൈര്യമായിട്ട് പോരെ. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുക. പിന്നീട് ഒരു മുറിയിലേക്ക് ചെന്നു. ദേ ഗിരിദേവ, ഈ മുറിയില എന്നെ ആ സ്ത്രീ പിടിച്ചോണ്ട് ഇട്ടേന്ന് പറയാം. ആ സമയത്ത് ഒരു ആഞ്ജനേയന്റെ വിഗ്രഹം അവിടെയുണ്ട്. പിന്നെ ഒരു ഫോട്ടോ വലിയതോടെ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് ഉണ്ണിമോള് ഗിരിദേവനോട് ചോദിച്ചു, ഗിരിദേവ, ഈ ഇരിക്കുന്ന ഫോട്ടോയിലുള്ള ഈ മുത്തശ്ശന് ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഇതാണ് വെല്ലിത്താൻ. വെല്ലിത്താനോ? അതാരാ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിമാളികയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥനാന്ന് പറയാം. ഇത് കേട്ട ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല. ബാബര് പറഞ്ഞു, ഈ വെല്ലിത്താന്റെ അച്ഛന്റെ മുത്തശ്ശന് ഇവിടുത്തെ ഈ നാട് വാണിരുന്ന രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കുറെ ഇതൊക്കെ നിലവും പുരടും അങ്ങനെ എല്ലാം കിട്ടി. അങ്ങനെ കിട്ടിയതാണ് ഈ മണിമാളിക അങ്ങനെ കിട്ടിയതാ. പക്ഷേങ്കില് അയാള് 2 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പം അയാളുടെ ഭാര്യ മരിച്ചുപോയി. അയാൾ ഇങ്ങനെ ദൂർത്തടിച്ച് അഹങ്കാരിയായിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷെ 2ാമത്തെ വിവാഹത്തോട് കൂടിയിട്ട് അയാളാകെ മാറിപ്പോയി. എന്ത് പറ്റി ഗിരിദേവാന്ന് ചോദിക്കുക. 2ാമത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഭാര്യയുടെ മരണം അയാളെ തളർത്തി കളഞ്ഞു. പിന്നെ അയാൾ ദൈവിക കാര്യങ്ങൾ മാത്രമായി. ദൈവിക കാര്യങ്ങളോ? അതെ, അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം ഹനുമാൻ സ്വാമിയായിരുന്നു. ഹനുമാൻ സ്വാമിനെ അദ്ദേഹം ഉപവസിക്കാൻ തുടങ്ങിയെന്ന് പറയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല ഗിരിദേവ എന്ന് പറയാണ്. അതായത് ഹനുമാൻ സ്വാമിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം എന്ന് പറഞ്ഞല്ലോ. ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വെറുതെയുള്ള പ്രാർത്ഥനയല്ല, തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് പറയാം.
ഇത് കേട്ടപ്പോൾ ഉണ്ണിമോള് ചോദിച്ചു അന്നിട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഇതുണ്ട്. കാരണം തന്നെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഇത് കലിയുഗമല്ലേ. സാധാരണഗതിയിൽ പ്രാർത്ഥിച്ചാലും ദൈവങ്ങളൊന്നും മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല. അവരെന്തേലും ചില അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുക്കത്തുള്ളൂ. പക്ഷെ ഹനുമാൻ സ്വാമി അങ്ങനെയല്ല. ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയാം. ഇത് കേട്ട ഉണ്ണിമോൾക്ക് അത്ഭുതമായി. ബാബര് പറഞ്ഞു പ്രത്യക്ഷപ്പെടും, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെടാതായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാം. ഗിരിജ പറഞ്ഞു ഹനുമാൻ സ്വാമീനെ ഉപവസിക്കാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ മനസ്സ് ശരീരവും മാത്രം സമർപ്പിച്ചാൽ പോരാ. നമ്മുടെ ആന്തരികവും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ. നമ്മൾ എല്ലാ രീതിയിലും എല്ലാ സുഖഭോഗങ്ങളും നമ്മൾ കൈവെടിഞ്ഞ് വേണം നമ്മൾ ഹനുമാൻ സ്വാമിയോട് ഉപവസിച്ച് പ്രാർത്ഥിക്കാനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോള് ചോദിച്ചു എന്നിട്ട് ആ വെല്ലിത്താന് മുത്തശ്ശന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അല്ല, വെല്ലിത്താൻ മുത്തശ്ശന് മുന്നിൽ ആ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടോന്ന് ചോദിക്കുകയാണ്, അനുഗ്രഹം കൊടുത്തോന്ന് ചോദിക്കുക. ഇത് കേട്ട വാവര് പറഞ്ഞു സാധാരണഗതിയിൽ ഹനുമാൻ സ്വാമി എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല. ഹനുമാൻ സ്വാമിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇത് തോന്നിയാൽ മാത്രം ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തേലും ഒരു അനിഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തേലും ഇനിയിപ്പോൾ പ്രാർത്ഥിക്കണ സമയത്ത് അവരെന്തെങ്കിലും അരുതായിക ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഭ്രാന്തനാക്കാനും ഹനുമാൻ സ്വാമിക്ക് സാധിക്കും എന്ന് പറയാം. ഈ സമയം ഉണ്ണിമോള് ചോദിച്ചു എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ അയാൾ വല്യത്താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് മുന്നിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയട്ടെ. ഹനുമാൻ സ്വാമി വന്നിട്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിനോട് എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന് വരം കൊടുക്കുകയാണോ അതോ ഇനി മറ്റെന്തെങ്കിലും അദ്ദേഹം കുരുത്തക്കേടുകൾ ചെയ്തതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.